നമ്മൾ കാസർഗോഡേക്ക് പോവുകയാണ്. അവിടെ അഴീക്കൽ ജുമാ മസ്ജിദിൽ നടന്ന ശൈശവ വിവാഹത്തിൽ ഉസ്താദ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ മാസം 13-നാണ് ഈ ചടങ്ങ് നടന്നത്. പ്രദീപ് നാരായണൻ കാസർഗോഡ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദീപ്, ഈ ശൈശവ വിവാഹം അത് നിയമപരമായി നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാത്തവരൊന്നും ആകില്ല. ഈ ഉസ്താദും ഈ കുട്ടിയുടെ അച്ഛനും ഉൾപ്പെടെയുള്ള ആളുകൾ. എന്തായാലും അങ്ങനെ ചടങ്ങിലേക്ക് അവർ പോയിരിക്കുന്നു. കൃത്യമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഇങ്ങനൊരു നടപടി? ഇല്ല, തീർച്ചയായും ഈ മാസം 13-നാണ് ഇത്തരത്തിലൊരു ശൈശവ വിവാഹം തൃക്കരിപ്പൂർ എടച്ചാക്കൈ പടന്ന എടച്ചാക്കയിൽ വെച്ച് നടക്കുന്നത്. എടച്ചാക്കൈ അഴീക്കൽ ജുമാ മസ്ജിദിൽ വെച്ചാണ് ഇത്തരത്തിലൊരു വിവാഹം നടന്നത്. അതിൽ ഈ കേസ് ഇപ്പോൾ ചന്ദേര പോലീസ് ആണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവം സംബന്ധിച്ച് എടച്ചാക്കൈ സ്വദേശിയായ സമീർ എന്നയാൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ അതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. പിന്നീട് ചൈൽഡ് ലൈനെ അറിയിക്കുകയും ചൈൽഡ് ലൈൻ ഒരു പ്രാഥമിക പരിശോധന നടത്തുകയും ശിശു സുരക്ഷാ വകുപ്പിന് കീഴിലുള്ള ബാലവിവാഹ നിരോധന ഓഫീസർ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന നടത്തിയാണ് ഇപ്പോൾ ഹൊസ്ദുർഗ് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചന്ദേര പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഈ വരൻ സാബിർ ഷെയ്ഖ്, അതുപോലെ തന്നെ കുട്ടിയുടെ പിതാവ് എടച്ചാക്കൈ 13-ാം വാർഡ് മെമ്പർ PK താജുദ്ദീൻ, ഉസ്താദ് റഹ്മത്തുള്ള എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ചന്ദേര പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നേരത്തെ ദിൽന സൂചിപ്പിച്ചതുപോലെ ആരും ഈ ബാലവിവാഹത്തെക്കുറിച്ച് അത് നിരോധിച്ച കാര്യം അറിയാത്ത ആളുകളല്ല. പക്ഷേ അത് നടന്നിരിക്കുന്നു. 16-കാരിയെ 28-കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം. ഇതിൽ പ്രദേശവാസിയായ ഒരാൾ പരാതി നൽകിയിട്ടും വേണ്ട രീതിയിൽ ഗൗരവത്തോടു കൂടി ചന്ദേര പോലീസ് ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ഇതിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രദീപ് നാരായണൻ കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.